സൂപ്പർ സാധനം. അടിപൊളി അടിപൊളി. ഡെഡായി. അതാ ഇഷ്ടം പോലെ ഉണ്ട്. മീൻ എത്ര മീൻ 100-500 മീനാണ്. മൊത്തം തന്നെ. അപ്പോൾ മച്ചാന്മാരെ, എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. മിക്ക മീൻപിടുത്തക്കാരൊക്കെ അറിയാവുന്ന ഒരു അടിപൊളി സ്പോട്ടാണിത്, പെരുമാതുറ പൊഴി. പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് അധികം മീൻപിടുത്തക്കാരെയൊന്നും കണ്ടില്ല. ആകെ കണ്ടത് ഈ ഒരു ചേട്ടനെ മാത്രമാണ്. കാരണം വേറെയൊന്നുമല്ല, പൊഴി അടഞ്ഞത് തന്നെയാണ് കാരണം. പൊഴി അടഞ്ഞത് കാണാനായിട്ട് വന്ന ജനം മാത്രമാണ് ഇവിടെ ഉള്ളത്. കഴിഞ്ഞ 11 കൊല്ലത്തിൽ ആദ്യമായിട്ടാണ് പൊഴി അടയുന്നത്. അതിൻ്റേതായിട്ടുള്ള പ്രശ്നം ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളായാലും ഇവിടുത്തെ ജനങ്ങളായാലും അനുഭവിക്കുന്നുണ്ട്. ഞാൻ ഇപ്പം നിൽക്കുന്ന സ്ഥലം നല്ല ആഴമുള്ള സ്ഥലമായിരുന്നു. ഇപ്പൊ ബീച്ച് പോലെയായി മച്ചാന്മാരെ. ഞാനും മീൻ പിടിക്കാനൊന്നുമല്ല വന്നത്, ഈ പൊഴി അടഞ്ഞ കാഴ്ച കാണാൻ തന്നെയാണ്. അങ്ങനെ ബീച്ചിൽ കൂടെ പോകുമ്പോൾ കുറേ അധികം മീനുകൾ ചത്ത് കിടക്കുന്നതൊക്കെ ഞാൻ കണ്ടു. അതുപോലെ അതിലൊന്നാണ് ഈ ഞണ്ട്. നല്ല കളറുള്ള നല്ല മഞ്ഞ കളർ ഞണ്ട്. എന്തായാലും കഷ്ടം, ചത്തുപോയി. ഞാൻ ഇവിടെ തന്നെ അതിനെ ഇട്ട്. പിന്നെ ഞാൻ കാണുന്നത് ഒരു ചുണ്ടൻ മുരൾ. ഇതാണ് ഞാൻ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഡെവിൾ ഫിഷ്, എല്ലാവർക്കും അറിയാമെന്നല്ലോ, യൂട്യൂബിലായാലും വീഡിയോസൊക്കെ കാണുന്നതാണ്. ഇത് കഴിക്കാൻ പറ്റുന്ന മീനാണെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ ട്രൈ ചെയ്യണം ഇനി എന്തെങ്കിലും നല്ല ജീവനുള്ളതിനെ കിട്ടുമ്പോൾ. പിന്നെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരു പഫർ ഫിഷ് പാവം ജീവന് വേണ്ടി ഇങ്ങനെ പോകുന്നു. ഞാൻ അതിനെ പിന്നെ പിടിച്ച് കുറച്ച് ആഴമുള്ള ഭാഗത്തോട്ട് കൊണ്ട് വിടാമെന്ന് കരുതി ഞാനിങ്ങനെ അതിനെയും കൊണ്ട് ഓടി. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കേട്ടോ, നല്ല ഭംഗിയൊക്കെയാണ് യവന്മാരെ കാണാൻ. ഞാൻ അവനെയും കൊണ്ട് പതുക്കെ, വിഷാംശമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിനെ കഴിച്ച് കഴിഞ്ഞാൽ നേരെ ഇതിനെ ക്ലീനൊന്നും ചെയ്തില്ലെങ്കിൽ ആൾ തട്ടിപ്പോവും. അങ്ങനെ അവനെ ഞാൻ വിട്ടിട്ടുണ്ട്. അവൻ ഇങ്ങനെ നീന്തിയങ്ങകത്തോട്ട് പോയി. ഇവിടുത്തെ ജനം, ഈ കാഴ്ച കാണാനായിട്ട് വന്ന ജനമാണ് മിക്കതും ഫാമിലിയാണ്. അങ്ങനെ പിള്ളേരുമായിട്ട് വന്ന് അവർ കുളിക്കുന്നു, സന്തോഷിക്കുന്നു. ഇതെല്ലാം ഹാപ്പിനെസ് അല്ലേ. അങ്ങനെയാണ് ഞാനൊരു ചേട്ടൻ അവിടെ വല വീശുന്നത് കണ്ടത്. ആ ചേട്ടന് മീൻ കിട്ടിയെന്നാണ് തോന്നുന്നത്. അങ്ങനെ കുറച്ച് നേരം ഞാൻ നോക്കിക്കൊണ്ട് നിന്നിട്ട് പതുക്കെ ചേട്ടൻ്റെ അടുത്തോട്ട് തന്നെ പോയി. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ലൊരു വല വീശുന്ന ഒരു വീഡിയോ കാണാമല്ലോ. അതും കരുതിക്കൊണ്ട് തന്നെയാണ് ഞാൻ പോയത്. ഞാൻ ആ ചേട്ടൻ്റെ കൂടെ ചോദിച്ചു, ഒരു വീഡിയോ എടുത്തോട്ടെ, നമ്മളൊരു പാവം പിടിച്ച ചെറിയൊരു യൂട്യൂബറാണ്. അപ്പോൾ ആ ചേട്ടൻ സന്തോഷമായിട്ട് തന്നെ ആ ചേട്ടൻ പറഞ്ഞു, നീ എടുത്തോടാ മോനെ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, നമുക്ക് കാണാം. അപ്പോൾ ഈ ചേട്ടൻ വല വീശുന്ന രീതി നമുക്ക് കാണാം. അപ്പോൾ ആ ചേട്ടൻ ചെയ്യുന്ന പരിപാടി എന്തെന്ന് വെച്ചാൽ മീൻ കയറി വരുന്നത് നോക്കി നിൽക്കുകയാണ് പുള്ളിക്കാരൻ. നമുക്കത് കാണാം. ഇവിടെ നമുക്കിപ്പോൾ നോക്കിക്കാം. അങ്ങനെ പെട്ടെന്നായിരുന്നു നമുക്കിങ്ങനെ മീൻ കയറി വന്നത്. ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് നല്ല വിരിഞ്ഞ വല വീശി ഇട്ടിട്ടുണ്ട്. ഞാൻ തന്നെ ഇത് നേരിട്ട് നമ്മൾ അങ്ങനെ അധികം കാണാറൊന്നുമില്ല, ദൂരെയൊക്കെ നിന്നേ കാണാറുള്ളൂ. ഇത്രയും അടുത്ത് ഇത്രയും സേഫായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് വല വീശിയിട്ടുണ്ട്. ഇനി മീനുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ട് തന്നെ അറിയണം. ഞാൻ എന്തായാലും ലൈവായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. ആ ചേട്ടൻ പറയുന്നുണ്ട് വലയിൽ എന്തോ കയറിയിട്ടുണ്ട്. ഞാൻ അത് പാര കുഞ്ഞുങ്ങളാണ് എന്ന് കരുതി തന്നെയാണ് ഇരുന്നത്. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് മീൻ ചാടാൻ തുടങ്ങി. വലയ്ക്കകത്തുനിന്ന് മീൻ ചാടാൻ തുടങ്ങി. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു അച്ഛന്മാരെ. അത് നമുക്ക് നേരിട്ട് ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു സന്തോഷവും അതിൻ്റെ ഒരു സുഖവും നമുക്ക് അറിയാൻ പറ്റൂ. നമ്മൾ മീൻ പിടിക്കുന്നത് മാത്രമല്ല, വേറെ ഒരാൾ മീൻ പിടിക്കുന്നത് കാണുമ്പോഴും നമുക്കത് സന്തോഷം തന്നെയാണ്. ഇപ്പം നമുക്ക് കാണാൻ കഴിയും മച്ചാന്മാരെ, ഇതാണ്ട ഇപ്പം വലയിലകത്തുനിന്ന് മീൻ ചാടുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. വേറെയൊന്നുമല്ല, അത് കണമ്പ് എന്ന് പറയുന്ന ഒരു മീനാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു മീനാണ് കണമ്പ്. എല്ലാവർക്കും കണമ്പ് ഇഷ്ടമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിക്കാരൻ അതിനെ നൈസിന് വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി കരയ്ക്ക് കൊണ്ടുപോവാണ്. ഇനി നമുക്ക് വലയിൽ നിന്ന് എടുക്കുമ്പോൾ അത് എത്ര എണ്ണം കിട്ടി, എങ്ങനെ കിട്ടി, ഏത് സൈസിൽ കിട്ടി, അതൊക്കെ നമുക്കൊന്ന് നോക്കാം. അങ്ങനെ ആ ചേട്ടൻ കരയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കതിൽ
എത്ര മീൻ കിട്ടി എന്നൊക്കെ നോക്കാം. ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. 5-6 കിടപ്പുണ്ട്. എല്ലാം ഏതാണ്ട് കൈപ്പത്തിയോളം അല്ലെങ്കിൽ അത് കൈപ്പത്തിയേക്കാളും സൈസുള്ള മീനുകളെയാണ് കാണുന്നത്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട മീൻ തന്നെയാണ് കണമ്പ്. ഇത് ഭയങ്കര എളുപ്പമാണെന്നൊന്നും ആരും കരുതല്. ഒരുപാട് നേരം മീനെ നോക്കി നിന്ന് മീൻ കയറി വരുന്നത് കണ്ടാണ് ഈ ചേട്ടനെ പോലെയുള്ളവരൊക്കെ മീൻ പിടിക്കുന്നത്, വല വീശുന്നത്. അതും തന്നെയല്ല, ഓരോ തവണയും ഇതുപോലെ 5-6 മീനെ വെച്ചൊക്കെയാണ് കിട്ടുന്നത്. മണിക്കൂറോളം കഷ്ടപ്പെട്ട് തന്നെയാണ് ഇവർ മീനെ പിടിക്കുന്നത്. ഇവർ ഈ മീനെ ഇവിടെ തന്നെ പിടിച്ച് ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ വിൽക്കുകയാണ് ചെയ്യുന്നത്. അധികം ഭയങ്കര വരുമാനം അങ്ങനെയൊന്നും ഇല്ല. മേടിക്കുന്നവർക്കും മുതലാവുന്ന രീതിയിലാണ് ഈ ചേട്ടന്മാർ വിൽക്കുന്നത്. അപ്പം ആ ചേട്ടന് കണമ്പ് മാത്രമല്ല, നല്ല അത്യാവശ്യം സൈസുള്ള വറ്റയൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പുള്ളിക്കാരൻ്റെ വഞ്ചിയിൽ ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് കൈപ്പത്തിയേക്കാളും വലിയ കുറച്ച് കണമ്പും ഒരു വറ്റയും, അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ അതിനെ വെച്ച് കളിപ്പിച്ചുകൊണ്ടിരുന്നതിന് ശേഷമാണ് ഞാനിതാ ഈ സൈഡിലായിട്ട് കാണുന്ന ചാക്ക് കണ്ടോ, ആ ചാക്കൊന്ന് ഞാൻ ജസ്റ്റ് മാറ്റി നോക്കുമ്പോഴാണ് പുള്ളിക്കാരൻ്റെ ആ ഒരു കുട്ട നിറച്ച് ഞാൻ മീനെ കാണുന്നത്. അത് കണ്ട് തന്നെ ഞാൻ ഞെട്ടിപ്പോയി. അത് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് എത്ര നേരത്തെ കഷ്ടപ്പാടാണ്. പുള്ളിക്കാരൻ ഇവിടെ നിന്ന് അത് അവിടെ വന്ന് ചോദിക്കുന്നവർക്കൊക്കെ മീനെ വിലക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുഴയിൽ വരുന്ന എല്ലാവർക്കും ഇതുപോലെ ആരെങ്കിലുമൊക്കെ മീനെ വീശുന്നുണ്ടെങ്കിൽ അങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ വല വീശുന്ന ചേട്ടന്മാരൊക്കെ കിട്ടിയ ഒരു വെറൈറ്റി മീനാണ് നിങ്ങൾക്ക് ഈ കാണിക്കുന്നത്. നല്ല അക്വേറിയം മീൻ പോലത്തെ ഒരു മീനാണ്. ഒരു ചെറിയൊരു തടം കെട്ടി ആ ചേട്ടന്മാർ ചെറിയ മീനുകളെയൊക്കെ അങ്ങനെ ഇടുന്നുണ്ട് അതിൽ. അവിടെ വരുന്ന പിള്ളേരൊക്കെ കാണാനും പിടിക്കാനും ഒക്കെയാണ് ആ ചേട്ടന്മാർ അങ്ങനെ ചെയ്യുന്നത്. ആ തടത്തിൽ എത്ര തവണ ഈ മീനുകളെ തിരിച്ച് വിട്ടാലും അവന്മാർ തിരിച്ച് കരയിലോട്ട് നീന്തി കയറുമായിരുന്നു. പിന്നെ ഇതെല്ലാം ഒരു ലൈഫിൽ ഒരു 1 ടൈം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. അപ്പം എല്ലാവർക്കും മുതലപ്പുഴി തുറക്കുന്നത് വരെ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. ഈ പരിസരത്തൊക്കെ ഉള്ളവർക്ക് മുതലപ്പുഴയിൽ വന്ന് ഇത് കാണാം. അങ്ങനെ മച്ചാന്മാരെ, എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കല്ല്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ.